ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ സെക്ഷൻ ഓഫ് സോളിഡ്സും ഡെവലപ്മെൻറ്റ് ഓഫ് സോളിഡ്സ് നമുക്ക് പറയാൻ പറ്റത്തില്ല. സെക്ഷൻ ഓഫ് സോളിഡ്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനും പിന്നെ നമ്മുടെ ലാസ്റ്റ് മോഡ്യൂൾ ഫോർത്ത് മോഡ്യൂളിൻ്റെ ഒന്ന് ബേസിക്സ് ഇത്രയും കാര്യം ഒന്ന് ടച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ ഓഫ് സോളിഡ്സിൻ്റെ കേസിൽ നിങ്ങൾക്ക് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള മോഡലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഫോർത്ത് മോഡ്യൂളിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ്റെ കേസിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് ആണ് ഞാൻ പറഞ്ഞു പോകുന്നത്. എന്തായാലും നിങ്ങൾക്ക് സീരീസിന് ചോദിക്കുന്ന സംഭവം കൂടെയാണ്. അപ്പോൾ സ്ട്രൈറ്റ് ആയി നമുക്ക് മോഡ്യൂൾ 3 സെക്ഷൻ ഓഫ് സോളിഡ്സിൽ ഒരു 4 ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ എന്തായാലും അല്ലാതെ കൂടെ ഞാൻ അയച്ചു തരും. എന്തായാലും ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുക എല്ലാവരും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിനകത്ത് പറയുന്ന ഒരു പെൻറ്റഗണൽ പിരമിഡിൻ്റെ കേസാണ്. ഒരു പെൻറ്റഗണൽ പിരമിഡ്, 5 സൈഡുള്ള പിരമിഡ്, അതിൻ്റെ ബേസും ഹൈറ്റും ഒക്കെ പറയുന്നുണ്ട്. ഈസ് റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് വിത്ത് വൺ ഓഫ് ദ ബേസ് എഡ്ജസ് പാരലൽ നിയറർ ആൻഡ് 15 mm എവേ ഫ്രം വി പി. അപ്പം ഒരു ബേസ് എഡ്ജ് ഇതാ കണ്ടോ ഇവിടെ കാണിക്കുന്നത്, ഈ കാണിക്കുന്ന ഒരു ബേസ് എഡ്ജ് പാരലലുമാണ്. ആ ബേസ് എഡ്ജ് ഇവിടെ നിന്ന് 15 mm മാറിയും ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 15 mm മാറി ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് നമ്മുടെ പെൻറ്റഗൺ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക. കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ നിങ്ങൾ വരയ്ക്കുക. ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കുക, ഇവിടെ ഒരു സെറ്റ് ഓഫ് ഡോട്ടഡ് ലൈൻസ് ഇട്ടിട്ടുണ്ട്. ആ ഡോട്ടഡ് ലൈൻസ് സിഗ്നിഫൈ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഇ ഒ എന്ന് പറയുന്ന എഡ്ജ് അങ്ങ് ബാക്കിലാണ് കിടക്കുന്നത്. അപ്പോൾ അത് ഇ ഒയും ഡി ഒയും അത് രണ്ട് ബാക്കിലാണ് കിടക്കുന്നത് എന്നതുകൊണ്ടാണ് അതിനെ ഡോട്ടഡ് ലൈൻസ് ഇട്ട് നമ്മൾ വരച്ചിരിക്കുന്നത്. ഇനി ബാക്കി ബി ഒ ബാക്കി സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ വേറെ പുതിയ സംഭവങ്ങളൊന്നുമില്ല. എന്തായാലും നമുക്ക് സോൾഡിന് ആ ഒരു മോഡിൽ വരയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ സെക്ഷനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റിലോട്ട് വരാം. അപ്പം സെക്കൻഡ് പാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കട്ട് ബൈ എ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ ആക്സിസ്. ആക്സിസിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യണം. ഓക്കെ, സാധനം ക്ലിയർ ആയി. ആൻഡ് വൺ കോർണർ ഓഫ് ദ ബേസ്, സെൻറ്റർ ഓഫ് ദ ആക്സിസ് ആൻഡ് വൺ കോർണർ ഓഫ് ദ ബേസ്, ഒരു ബേസിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിലൂടെയും പാസ് ചെയ്യണം, ആക്സിസിൻ്റെ സെൻറ്ററിലൂടെയും പാസ് ചെയ്യണം. വിച്ച് ഈസ് ഓൺ ദ എക്സ്ട്രീം റൈറ്റ്. വലതുവശത്തുള്ള ഈ സി ഡാഷ് എന്ന് പറയുന്ന ഈ പോയിന്റിലെ ഈ പോയിന്റിലൂടെയും നമ്മുടെ ആക്സിസ്, ഇതിനകത്താണ് ആക്സിസ് വരുന്നത്, ആക്സിസിൻ്റെ സെൻറ്ററിലും കൂടെ പാസ് ചെയ്യുന്ന ഒരു സെക്ഷൻ പ്ലെയിൻ ആണ്, ഒരു കട്ടിംഗ് പ്ലെയിൻ ആണ് നമ്മുടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അതിനെ വരയ്ക്കുക. അപ്പോൾ ഇതിനകത്ത് വേറെ ആംഗിൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ സെൻറ്റർ പോയിന്റും ഈ ഒരു കോർണറും കൂടെ കണക്ട് ചെയ്ത് പോകുന്ന ഒരു പ്ലെയിൻ ആണ് നമുക്ക് വരയ്ക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് ആദ്യം ഒന്ന് വരയ്ക്കാം. എങ്ങനെ വരുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നേരെ നമ്മളങ്ങ് സ്കെയിൽ എടുക്കുന്നു. സ്കെയിൽ എടുത്ത് സ്കെയിലെടുത്ത് ഇവനെ അങ്ങ് ചരിച്ച് നമ്മുടെ റിക്വയർ പോയിന്റ്സ് രണ്ടും കൂടെ കണക്ട് ചെയ്ത് നമ്മൾ നമ്മുടെ കട്ടിംഗ് പ്ലെയിനെ വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, ഇവനാണ് നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ. അങ്ങനെ നമ്മുടെ കട്ടിംഗ് പ്ലെയിനെ നമ്മളിവിടെ അങ്ങ് വൃത്തിയായിട്ട് അങ്ങ് വരച്ചു. കട്ടിംഗ് പ്ലെയിനെ വരച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി ഈ കട്ടിംഗ് പോയിന്റ്സ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ മുകളിലത്തെ പോർഷൻ കട്ടായി പോകും, ബാക്കി ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്നതാണ് നമ്മുടെ വിസിബിലിറ്റി ആയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ ഒരു ആരോ കൂടെയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമുക്ക് വിസിബിൾ പോയിന്റ്സ് നെയിം ചെയ്ത് പോകാം. ലെഫ്റ്റിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ ആദ്യത്തെ പോയിന്റ് ഇതാണ്, അവനെ ഞാൻ 1' എന്ന് നെയിം ചെയ്തു. രണ്ടാമത്തെ പോയിന്റ് ഇതല്ല, കാരണം ഇത് അവിടെ ഒ എന്ന് പറയുന്നത് ബിഹൈൻഡ് കിടക്കുന്ന ലൈനാണ്, അത് ഹിഡൻ ആണ്. അതിന് നമ്മളിപ്പം നെയിം ചെയ്യത്തില്ല. തിരിച്ചിങ്ങോട്ട് നമുക്ക് അടുത്ത പോയിന്റിലോട്ട് വരാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്.
നമ്മൾ 2 ഡാഷ് എന്ന് നെയിം ചെയ്തു. മൂന്നാമത്തെ ഇവിടെ വരത്തില്ല, ലാസ്റ്റ് ഇത് ഇവിടെ വരും, സിയുടെ ഇവിടെ വരും. അതിനെ 3 ഡാഷ് എന്ന് നെയിം ചെയ്തു. തിരിച്ചു പോകുമ്പോൾ ഇവനെ 4 ഡാഷ് ഇൻ ബ്രാക്കറ്റ്, ലാസ്റ്റ് ഈ പോയിന്റ് നമ്മൾ നെയിം ചെയ്യുന്നു 5 ഡാഷ് ഇൻ ബ്രാക്കറ്റ്. അങ്ങനെ 5 പോയിന്റ്സ് നമ്മൾ നെയിം ചെയ്തു. ഇനി ഇവന്മാരെ നേരെ താഴോട്ട് അങ്ങ് വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും താഴെ എവിടെ അത് മീറ്റ് ചെയ്യും എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവരെല്ലാം നേരെ അങ്ങ് താഴോട്ട് വരയ്ക്കാനായിട്ട് പോവാം. ഒ എയിലാണ് അത് മീറ്റ് ചെയ്യേണ്ടത്. അപ്പം ഒ എയിൽ ഞാൻ കൊണ്ട് വരച്ച് നിർത്തി. ഒ എയിൽ അവിടെ വരച്ച് നിർത്തി. അടുത്ത് നമുക്ക് ബാക്കി പോയിന്റ്സിനെ കൂടെ വരയ്ക്കാം. 5 ഡാഷ് എന്ന് പറയുന്നത് ഒ ഇയിലാണ്. സോ ഇവിടെ നിന്ന് നേരെ താഴെ ഒ ഇയിൽ കൊണ്ടുപോയി മീറ്റ് ചെയ്യിച്ചു 5 ഡാഷിനെ. ടു ഡാഷ് എന്ന് പറയുന്നത് ഒ ബിയിലാണ്. അത് ഞാനന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, അവനെ നേരെ ഇവിടെ നിന്ന് ഏറ്റവും എക്സ്ട്രീം എൻഡിലുള്ള ഒരു എഡ്ജിലോട്ട് നമുക്ക് കൊണ്ടുപോകാം. ഇതിനെ നേരെ ഒരു എക്സ്ട്രീം എൻഡിലുള്ള ഒരു എഡ്ജിലോട്ട് കൊണ്ടുപോവുക. കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നേരെ താഴെ, ഇതിപ്പം ഒ സിയിലാണല്ലോ വന്നത്, ഇവിടെ നേരെ താഴെ ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരയ്ക്കുക. ആ സ്ട്രെയിറ്റ് ലൈൻ ഒ സിയിൽ വന്ന് മീറ്റ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുക. ആ സ്ട്രെയിറ്റ് ലൈൻ ഒ സിയിൽ വന്ന് മീറ്റ് ചെയ്യുന്ന രീതിയിൽ വരച്ചു. ഈ പോയിന്റ് ആയിരിക്കും നമുക്കതിനെ, ഈ പോയിന്റ് നമുക്ക് എം ഡാഷ് എന്ന് വിളിക്കാം. ഈ പോയിന്റ് ആയിരിക്കും എം. ഇനി ഒ എം ഡിസ്റ്റൻസ് നിങ്ങൾ മെഷർ ചെയ്ത് ഇങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ്ലി 2 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് 1 എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ഇവിടെ നിങ്ങൾക്ക് 5 എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ഇനി 4ന് നേരെ താഴോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒ ഡിയിലോട്ട് വരയ്ക്കേണ്ടി വരും. ഈ കിട്ടുന്ന പോയിന്റ് ആയിരിക്കും 4 എന്ന് പറയുന്നത്. ഇനി 3 എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈ പോയിന്റ് തന്നെയാണ്, സി തന്നെയാണ് 3 ആയിട്ട് വരുന്നത്. അങ്ങനെ നമുക്ക് ഈ പോയിന്റ്സ് എല്ലാം കൂടെ ചേർത്ത് വരയ്ക്കുകയാണെങ്കിൽ 1 to 2, 2 to 3 ആണ് നമുക്ക് വരേണ്ടത്. 2 to 3, 3 to 4,
നമുക്ക് കണക്ട് ചെയ്ത് അതിനകത്ത് വരയ്ക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനകത്തുള്ള പോർഷൻ നിങ്ങൾ റബ്ബ് ചെയ്തിട്ട് ഇതിനകത്ത് ഹാച്ച് ചെയ്ത് കൊടുക്കണം. ഓർമ്മയുണ്ടല്ലോ, ഇതിനകത്ത് റബ്ബ് ചെയ്തിട്ട് ഹാച്ച് ചെയ്ത് കൊടുക്കണം. എനിക്കിപ്പോൾ ഈ സാധനം എല്ലാം കൂടെ റബ്ബ് ചെയ്യുന്നത് തലവേദനയാണ്, അതുകൊണ്ടാണ് ഞാനത് തൊടാതെ അങ്ങ് വിടുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ അത് റബ്ബ് ചെയ്തിട്ട് ഇതിനകം ഹാച്ച് ചെയ്ത് കൊടുക്കുക. ഹാച്ചിങ് അറിയാമല്ലോ, 45 ഡിഗ്രി ആംഗിളിൽ ലൈൻസ് വരയ്ക്കുന്നതിനാണ് ഹാച്ചിങ് എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ വരയ്ക്കണം. ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കണം. ആ ഹൊറിസോണ്ടൽ ലൈനിൽ ഈ പോയിന്റ്സിനെയൊക്കെ എടുത്ത് മാർക്ക് ചെയ്യുക. ഓരോ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഓരോ സ്ഥലത്തായിട്ട് ആ പോയിന്റ്സിനെയൊക്കെ എടുത്ത് മാർക്ക് ചെയ്യുക. 1' ഇവിടെ വരും. 1' മുതൽ 5' വരെയുള്ള ലെങ്ത് എടുക്കുക. 5' ഇവിടെ വരും. അഗെയിൻ 2' വരെയുള്ള ലെങ്ത് എടുത്തു. അടുത്ത് 2' മുതൽ 4' വരെയുള്ള ലെങ്ത് എടുക്കുന്നു. ലാസ്റ്റ് 3' വരെയുള്ള ലെങ്തും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇനി ഈ ലൈൻസ് എല്ലാം താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടെ നിന്ന് റൈറ്റോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ഒരു ഫിഗർ കിട്ടും. ഓക്കെ, അപ്പം അത് ആ ഫൈനൽ ഫിഗർ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുന്നേ ഉള്ളൂ. സിമ്പിളാണ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ കേസിൽ ഇത്രയേ ഉള്ളൂ സംഭവം. ഈ കാണുന്ന ഫിഗറിൻ്റെ തന്നെ കുറച്ചും കൂടി ലോങ് ആയിട്ട്, കുറച്ചും കൂടെ ഒന്ന് വലിച്ചു നീട്ടി സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിനിലോട്ട് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് സിലിണ്ടർ റെസ്റ്റിംഗ് ഓൺ എച്ച് പി ഓൺ ഇറ്റ്സ് ബേസ് ഇസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ ഇൻക്ലൈൻഡ് അറ്റ് 40 ഡിഗ്രി ടു എച്ച് പി. അപ്പം ഒരു സിലിണ്ടർ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റിൽ പറയുന്നതനുസരിച്ച് ഒരു സിലിണ്ടർ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബേസിൽ റെസ്റ്റ് ചെയ്യാണ്. അതിനെ ഒരു സെക്ഷൻ പ്ലെയിൻ കട്ട് ചെയ്യുന്നുണ്ട്, ഇൻക്ലൈൻഡ് അറ്റ് 40 ഡിഗ്രി ടു എച്ച് പി. എച്ച് പിക്ക് 40 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായും ബി പിക്ക് അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ബി പിക്ക് പെർപെൻഡിക്കുലർ ആണ് മീൻസ് എക്സ് എല്ലിൻ്റെ മുകളിലാണ് അവനെ ലൈനായിട്ട് കാണാൻ പോകുന്നത്. ഓക്കെ, അത് ശ്രദ്ധിച്ച് വെച്ചോണം. ഏത് പ്ലെയിനിന് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നോ അവിടെയാണ് അതിനെ ലൈനായിട്ട് കാണാൻ പോകുന്നത്. ഇവിടെ 40 ഡിഗ്രി ഇൻക്ലൈൻഡ് എച്ച് പി എന്ന് പറയുന്ന സ്ഥിതിക്ക് അത് ബി പിക്ക് പെർപെൻഡിക്കുലർ ആയേ പറ്റുള്ളൂ. പാരലൽ ടു എച്ച് പി ആണെങ്കിലും ബി പിക്ക് പെർപെൻഡിക്കുലർ ആവും. ഇൻക്ലൈൻഡ് ടു എച്ച് പി ആണെങ്കിൽ ബി പിക്ക് പെർപെൻഡിക്കുലർ ആവും. ഇനി ഇൻക്ലൈൻഡ് ബി പി എന്ന് പറയുകയാണെങ്കിൽ എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആവും. ഓക്കെ, അപ്പോൾ 40 ഡിഗ്രി ടു എച്ച് പി. അപ്പം ഇവിടെ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് 40 ഡിഗ്രി ചരിഞ്ഞ ലൈനാണ് അവിടെ വരയ്ക്കാനുള്ളത്. Draw the projection of the section solved if the cutting plane passes through a point on the axis which is at a height of 90 mm from the base. ബേസിൽ നിന്ന് 90 mm മുകളിൽ ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഫിഗർ വരിക എന്നുള്ളതാണ് ആ ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് അടുത്ത ഇവിടെ കണ്ടുകൊണ്ട് ടേക്ക് സിലിണ്ടർ ഡയമീറ്റർ 75 mm, കുറച്ച് വലുതാണ്, 75 mm ഡയമീറ്റർ ഉണ്ട്. ആൻഡ് ഹൈറ്റ് 105 mm, ടോട്ടൽ ഹൈറ്റ് 105 mm ആണ് സിലിണ്ടറിൻ്റെത്. അതിൽ ബേസിൽ നിന്ന് 90 mm ഏതാണ്ട് ഇവിടെയൊക്കെ ആയിട്ട് വരും. 90 mm വരുന്നൊരു പോയിന്റിൽ അവിടെ 40 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്തിട്ടുള്ള ഒരു കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അഗൈൻ സ്കെയിൽ എടുക്കുക. സ്കെയിലെടുത്ത് നേരെ ഒരു 40 ഡിഗ്രി സെറ്റ് ചെയ്യുക. ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു കട്ടിംഗ് പ്ലെയിൻ അങ്ങ് വരയ്ക്കുക. ഇതാണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ട സംഭവം. ഓക്കെ, അപ്പോൾ ഇവനാണ് നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ. ഇതാണ് നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ. ഈ കട്ടിംഗ് പ്ലെയിൻ ഇതാ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യത്തെ കട്ടിംഗ് പോയിന്റ് ഇത് ഇവിടെയാണ് കിട്ടിയത്. ഇതിൻ്റെ മുകളിൽ, ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ കിട്ടുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഞാൻ ഈ 90 mm ഒരു ഉദ്ദേശം വെച്ച് എടുത്തിരിക്കുന്നത്. ഈ ഹൈറ്റ് 90 mm വരുന്ന രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വരച്ച സാധനമാണ്. ഇത് 90 mm വരണമെന്നുള്ളത് ഞാൻ മെഷർ ചെയ്ത് വരച്ചതല്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ആക്ച്വൽ ആൻസർ ഫിഗർ ഉണ്ട്, അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങൾക്ക് തരുന്ന മെറ്റീരിയലിനകത്ത് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലാതെ അങ്ങ് പോവുക. കണ്ടുപോയിട്ട് മറ്റേതിനൂടെ റെഫർ ചെയ്ത് നിങ്ങളുടെ ആൻസറിനെ കൺക്ലൂഡ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് തരുന്ന ആൻസർ എന്ന് പറയുന്നത് ആൻസറിനകത്ത് ഈ കട്ടിംഗ് പ്ലെയിൻ വരച്ചിട്ട് ട്രൂ ഷേപ്പ് വരയ്ക്കുന്നത് ഞാനിപ്പം പഠിപ്പിച്ച രീതിയിലല്ല.
ഓക്സിലറി പ്രൊജക്ഷൻ മെത്തേഡ് എന്ന് പറയുന്ന രീതിയിലാണ്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ആ ഷേപ്പ് അതുപോലെ കിട്ടിയിട്ടുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ എനിവേ ഇവിടെ നമുക്ക് ആദ്യത്തെ കട്ടിംഗ് പോയിന്റ് കിട്ടി. അതിനെ ഞാൻ പി ഡാഷ് എന്ന് വിളിച്ചു. തൊട്ട് താഴെ വളരെ ക്ലോസ് ആയിട്ട് ഇവിടെ അടുത്ത കട്ടിംഗ് പോയിന്റ് നമ്മുടെ ഈ 2Bയും 8Hഉം ആ ലൈനിൽ കിട്ടിയിട്ടുണ്ട്. അതിനെ ഞാൻ ക്യൂ ഡാഷ് എന്ന് വിളിക്കുന്നു. അടുത്ത ഇവിടെ ഒരെണ്ണമുണ്ട്, അത് ആർ ഡാഷ്. ഇവിടെ ഒരെണ്ണമുണ്ട്, എസ് ഡാഷ്. ഇവിടെ ഒരെണ്ണമുണ്ട്, ടി ഡാഷ്. ഇനി തിരിച്ചു പോകുമ്പോൾ ഇവിടെ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് ഉണ്ട്, യു ഡാഷ് ഇൻ ബ്രാക്കറ്റ്സ്, ബി ഡാഷ് ഇൻ ബ്രാക്കറ്റ്സ്. ലാസ്റ്റ് ഈ 8Hലത്തേക്കുള്ള ഡബ്ല്യു ഡാഷ് ഇൻ ബ്രാക്കറ്റ്സ്. അപ്പം ഇത്രയും പോയിന്റ്സ് കിട്ടി. ഇനി ഇവരെ നമുക്ക് നേരെ നമ്മുടെ ടോപ്പ് വ്യൂവിൽ എങ്ങനെ കാണാൻ പറ്റും എന്നുള്ളത് നോക്കാം. ടോപ്പ് വ്യൂവിൽ കാണാൻ പറ്റുമെന്ന് നോക്കാനായിട്ട് നമുക്ക് ഇവരെ നേരെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ എടുക്കാൻ പോകുന്ന ഈ 2 എന്ന് പറയുന്ന പോയിന്റാണ്. ആ പോയിന്റാണ് ഞാൻ നേരെ താഴോട്ട് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ഓക്കെ, 2 എന്ന് പറയുന്ന പോയിന്റ് 2 അല്ല, ആ പോയിന്റ് പേര് പി എന്നാണ്. ആ പോയിന്റ് പേര്. ഈ പി എന്ന് പറയുന്ന പോയിന്റ് 1, 2ലും 1, 8 ഈ രണ്ട് ലൈനിലാണ് അത് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവനെ ഞാൻ നേരെ താഴോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ താഴോട്ട് വരച്ചിട്ട് കഴിഞ്ഞാൽ കളറൊക്കെ ഒന്ന് മാറ്റി വെക്കും. അതിനെ ഞാൻ നേരെ താഴോട്ട് വരച്ചു വിട്ട് കഴിഞ്ഞാൽ അത് 1, 2ലും 1, 8ലും എവിടെയൊക്കെ ഒന്ന് ഇന്റർസെക്ട് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. 1, 2ൽ അപ്പം ഞാൻ അവിടെ ഒരു പോയിന്റും കൂടെ പ്ലോട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. ഈ W വന്നതുപോലെ തന്നെ ഇപ്പുറത്ത് ഇത് കഴിഞ്ഞ് ഒരു പിക്ക് അകത്തൊരു എക്സും കൂടെ വരും. ഓക്കെ, കാരണം ഇത് 1, 2ൻ്റെയും 1, 8ൻ്റെയും ലൈനാണ്. അതുകൊണ്ട് ഇവിടെ ഒരു അഡീഷണൽ പോയിന്റും കൂടെ ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഇവിടെ നമുക്ക് ആ പോയിന്റ്സ് കിട്ടി. പി ഇവിടെ കിട്ടി. ഈ പോയിന്റ് ആയിരിക്കും നമ്മുടെ എക്സ് എന്ന് പറയുന്ന പോയിന്റ്. ഇനി നമുക്ക് ബാക്കി പോയിന്റ്സ് നോക്കാം. ഇനി രണ്ടാമത് വരുന്ന പോയിന്റ് ക്യൂ ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് കറക്റ്റ് ഈ ലൈനിലാണ് വന്നിരിക്കുന്നത്. അതായത് 2B8H ആ ലൈനിലാണ് ക്യൂ ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് വന്നിരിക്കുന്നത്. അതായത് നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് തന്നെയാണ്. അതായത് 2B എന്ന് പറയുന്ന ഈ പോയിന്റ് തന്നെയാണ്. അത് തന്നെയാണ് ക്യൂ. 8H എന്ന് പറയുന്നത് ഈ പോയിന്റ് തന്നെയാണ്. അത് തന്നെയായിരിക്കും W. ഇവിടെ മുകളിലോട്ട് എഴുതുവാണ് W, ആ പോയിന്റ് W. ഇനി സിമിലർലി ബാക്കി പോയിന്റ്സിനെ നോക്കുകയാണെങ്കിൽ ആർ വി എല്ലാം ഈ സർഫസിൽ തന്നെ വന്നു പോകും. ആ സർഫസിൽ വന്നു പോകുമ്പോൾ ഈ പോയിന്റ് ആയിരിക്കും ആർ, ഇത് എസ്, ഈ പോയിന്റ് ടി, യു, ബി. അങ്ങനെ നമുക്ക് എല്ലാ പോയിന്റ്സും കിട്ടും. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഇവരെല്ലാം കൂടെ ജോയിൻ ചെയ്യുക. ഈ പി എക്സ് എന്ന് പറയുന്നത് മാത്രം ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് മാത്രമായിരിക്കും നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മളല്ലാതെ ഇത് മാത്രം സ്ട്രെയിറ്റ് ലൈൻ വെച്ച് അങ്ങ് ജോയിൻ ചെയ്യണം. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ, സ്കെയിൽ വെച്ച് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ജോയിൻ ചെയ്യുക. ബാക്കിയുള്ള എല്ലാം ഇങ്ങനെ ഇതിൻ്റെ പുറത്തൂടെ തന്നെ ഇങ്ങനെ കറങ്ങി വന്നാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ കറങ്ങി വന്നാൽ മതി. അതിനുശേഷം ഇതിനകത്തുള്ള കാര്യങ്ങൾ മായ്ച്ചു കൊടുക്കുക. ഇവിടെ ഹാച്ച് ചെയ്യുക. മറ്റിടത്ത് ഞാൻ ഹാച്ച് ചെയ്ത് കാണിച്ചിട്ടില്ല. ഹാച്ച് ചെയ്യേണ്ടതെന്നല്ല അതിൻ്റെ മീനിങ്, അത് ഹാച്ച് ചെയ്യണം. എനിക്കിത് മായ്ച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാനത് മാച്ച് ചെയ്യാത്തത്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ ഹാച്ച് ചെയ്യുക. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്.
ഇതവിടെ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് ഇതായി കാണുന്ന പോയിന്റ്സിനെയൊക്കെ എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരറ്റത്തു നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പി ഡാഷ് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് പി ഡാഷിൻ്റെ കൂടെ തന്നെ നമുക്ക് എക്സ് ഡാഷ് ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ക്യൂ ഡാഷും ഡബ്ല്യു ഡാഷും ഉണ്ട്. കുറച്ചങ്ങോട്ട് മാറി നമുക്ക് ആർ ഡാഷും ബി ഡാഷും ഉണ്ട്. എഫ് ഡാഷ് യു ഡാഷ് ലാസ്റ്റ് ടി ഡാഷ്. ഇത്രയും പോയിന്റ്സ് ഉണ്ട്. ഇവരെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, ഇവിടെ നിന്ന് റൈറ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഏതാണ്ട് ഇങ്ങനെയുള്ളൊരു ഷേപ്പ്, ഇങ്ങനൊരു ഒരു വലിച്ചു നീട്ടിയൊരു ഷേപ്പ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അതായിരിക്കും അതിൻ്റെ ട്രൂ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒറിജിനൽ സൊല്യൂഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റിലോട്ട് പോകാം. മൂന്നാമത്തെ ക്വസ്റ്റിനകത്ത് പറയുന്ന ഒരു കോണിൻ്റെ കഥയാണ്. എ കോൺ ഓഫ് ബേസ് ഡയമീറ്റർ 60 mm ആൻഡ് ഹൈറ്റ് 70 mm റെസ്റ്റ് ഓൺ ദ ഗ്രൗണ്ട് ഓൺ ഇറ്റ്സ് ബേസ്. അതിൻ്റെ ബേസിൽ ഗ്രൗണ്ടിൽ അത് റെസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പം ആ പടമാണ് ഇത് സ്ട്രൈറ്റ് ആയി വരച്ചിരിക്കുന്നത്. അടുത്ത കട്ടിംഗ് പ്ലെയിൻ്റെ കഥ പറയുന്നത്. ഇറ്റ് ഇസ് കട്ട് ബൈ എ സെക്ഷൻ ഇൻക്ലൈൻ ടു ബി പി. ബി പിക്ക് ഇൻക്ലൈൻഡ് ആണ്. ഓക്കെ, അപ്പം എച്ച് പിക്ക് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, എച്ച് പിക്ക് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇവിടെ താഴെ ലൈനായിട്ട് ഇവിടെ ലൈനായിട്ട് കാണും. So inclined to VP and 10 degree passes through a point 10 mm from the top of the vertex. അപ്പം ഇവിടുത്തെ ടോപ്പിൽ നോക്കുമ്പോൾ 10 mm വരുന്നൊരു ഡിസ്റ്റൻസിൽ കൂടെ 10 ഡിഗ്രിയിലാണ് ഈ ആംഗിൾ പോകുന്നത്. ഓക്കെ, കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഒരു ആംഗിളാണ്, ആ ഒരു മോഡിലാണ് പോകുന്നത്. ഡ്രോ ദ സെക്ഷണൽ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ, നെയിം ദ ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ കാര്യങ്ങളിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എങ്ങനെയാണ് ആ 10 mm ഡിസ്റ്റൻസ് കിട്ടുന്ന രീതി നമ്മൾ വരയ്ക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഇവിടെ നമ്മളൊരു 10 mm ഒരു സർക്കിൾ വരയ്ക്കും. ഓക്കെ, സർക്കിൾ എന്ന് പറയുമ്പോൾ വളരെ ചെറുതായിരിക്കും. ഒരു സർക്കിൾ നമ്മൾ അവിടെ അങ്ങ് വരച്ചു. ഓക്കെ, സർക്കിൾ വരച്ചതിന് ശേഷം നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ 10 ഡിഗ്രി ആണ് ഇൻക്ലൈൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് നമ്മുടെ പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ എടുത്ത് 10 ഡിഗ്രി എത്ര വരുമെന്ന് നോക്കുക. 10 ഡിഗ്രി വരുന്ന പോയിന്റിൽ നിങ്ങൾ ആദ്യം 10 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇത്ര വരും. നിങ്ങൾ ആദ്യം ഈ സൈഡിൽ 10 ഡിഗ്രി വരുന്ന ഒരു ലൈനിനെ മാർക്ക് ചെയ്തിടുക. നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടിയാണ് പറയുന്നത്, എനിക്ക് വരയ്ക്കാൻ ഇത് ഈ പാടില്ല. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും 10 ഡിഗ്രിയുടെ ലൈൻ വരച്ചിടുക. ഓക്കെ, ഇങ്ങനെ 10 ഡിഗ്രിയുടെ ലൈൻ വരച്ചിടുക. ലൈൻ വരച്ചിട്ടിട്ട് നിങ്ങൾ റോളർ സ്കെയിൽ എടുത്ത് ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വയ്ക്കുക. വച്ച് അതിനെ പതുക്കെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു പോയിന്റിൽ ഈ വരച്ചിരിക്കുന്ന സർക്കിളിന് ടാൻജൻ്റ് ആയിട്ട് പോകും. ആ ടാൻജൻ്റ് ആയിട്ട് പോകുന്ന പോയിന്റാണ് നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ. എന്നിട്ട് അവിടെ നമ്മുടെ കട്ടിംഗ് പ്ലെയിനിനെ ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്ത് കാണിക്കും. അത് മാർക്ക് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വരച്ച് വെച്ചിരിക്കുന്ന ഈ ലൈൻ ഉണ്ടല്ലോ, ഇവനെ നമുക്കങ്ങ് കളയാം. അതിനെ പിന്നെ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. അത് പിന്നെ നിങ്ങൾ റബ്ബ് ചെയ്ത് കളയുക. ഇത് വരയ്ക്കാനുള്ള ഒരു അസിസ്റ്റൻസിന് വേണ്ടി മാത്രമാണ് അതിനെടുത്തത്. അങ്ങനെ നമ്മൾ കട്ടിംഗ് പ്ലെയിനിനെയൊക്കെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ പോയിന്റ്സ് നിങ്ങൾ സെൻഡ് ചെയ്യുക. ഈ പോയിന്റ്സിനെയൊക്കെ നമ്മൾ നെയിം ചെയ്യാൻ പോവാണ് ഫ്രം 1 and. ഇവിടെ വന്നു കഴിയുമ്പോൾ ആദ്യത്തെ കട്ടിംഗ് പോയിന്റ് ഇവിടെ വന്നു, അതിനെ നമ്മൾ 1 എന്ന് നെയിം ചെയ്തു. രണ്ടാമത്തെ കട്ടിംഗ് പോയിന്റ് ഇങ്ങനെ വന്ന് ഇവിടെ കിട്ടിയത് 2 എന്ന് നെയിം ചെയ്തു. മൂന്നാമത്തെ കറക്റ്റ് ഇവിടെ കിട്ടി 3. നാലാമത്തെ ഇവിടെയുണ്ട് 4. അഞ്ചാമത്തത് എനിക്ക് കിട്ടിയത് കറക്റ്റ് ഇവിടെയാണ്. നിങ്ങൾക്ക് അത് അവിടെ കിട്ടണമെന്നില്ല, കുറച്ചും കൂടെ താഴോട്ട് എവിടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടുക. സോ ആ പോയിന്റ് എടുക്കുക. 5 എന്ന് പറയുന്ന 5 പോയിന്റ് എനിക്ക് കിട്ടി. ഇനി ഞാൻ ഇവന്മാരെ
നേരെ മുകളിലോട്ട് വെർട്ടിക്കൽ ലൈൻസ് ആയിട്ട് അങ്ങ് വരയ്ക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഇതിൽ 5 എന്ന് പറയുന്ന പോയിന്റ് എക്സാക്ട്ലി ഇത് ഇവിടെ തന്നെ വന്ന് നിൽക്കും. ഇപ്പോൾ 5 എന്ന് പറയുന്ന പോയിന്റ് എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ പോയിന്റ് തന്നെയാണ് എൻ്റെ 5 എന്ന് പറയുന്ന പോയിന്റ്, 5 ഡാഷ് എന്ന് പറയുന്ന പോയിന്റ്. 4 എന്ന് പറയുന്ന പോയിന്റ് ഒ ഡിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇവനെ നേരെ മുകളിലോട്ട് വരച്ചു കഴിഞ്ഞാൽ 4 എന്ന് പറയുന്ന പോയിന്റിനെ നേരെ മുകളിലോട്ട് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഒ ഡിയിൽ ഇവിടെ എനിക്ക് ആ കട്ടിംഗ് പോയിന്റ് കിട്ടും. ഇതാണ് എൻ്റെ 4 ഡാഷ്. ഇനി 3 എന്ന് പറയുന്ന പോയിന്റ് ഞാൻ അടുത്ത് വരയ്ക്കാം. അതിന് നമുക്കൊന്നും ഒരു കാര്യം നോക്കേണ്ടതായിട്ടുണ്ട്. 2 എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് അടുത്ത് പ്രൊജക്റ്റ് ചെയ്യാം. 2 എന്ന് പറയുന്നത് ഒ ബിയിലാണ്. സോ ഇവിടെ നമുക്ക് ഈ ഒരറ്റത്ത് നിന്ന് നേരെ മുകളിലോട്ട് അങ്ങ് വരച്ചു കൊടുക്കാം. ഇതാണ് 2 എന്ന് പറയുന്ന പോയിന്റ്. ലാസ്റ്റ് 1 എന്ന് പറയുന്ന പോയിന്റ് എ ബിയിലാണ്. എ ബി എന്ന് പറയുന്നത് നമ്മുടെ ബേസിലെ പോർഷനാണ്. സോ അവനെ നേരെ മുകളിലോട്ട് വരച്ചു കഴിഞ്ഞാൽ ആ സൈഡിലല്ല കൊണ്ട് മീറ്റ് ചെയ്യേണ്ടത്, ഇവിടെ ബേസിലാണ് കൊണ്ട് മീറ്റ് ചെയ്യേണ്ടത്. കാരണം അത് എ ബി എന്ന് പറയുന്ന പോയിന്റ്, എ ബി എന്ന് പറയുന്ന ലൈനിലാണ് കട്ട് ചെയ്യുന്നത്. അതാണ് നമ്മുടെ 1 ഡാഷ് എന്ന് പറയുന്ന പോയിന്റ്. 2 ഡാഷ്. അപ്പോൾ 1 ഡാഷ്, 2 ഡാഷ്, 4 ഡാഷ്, 5 ഡാഷ് കിട്ടി. 3 ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് വേണം. ആ 3 ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ നേരത്തെ ആ വെർട്ടിക്കൽ ലൈനിൽ വരികയാണെങ്കിൽ റൈറ്റിലോട്ട് വരച്ച് താഴോട്ട് വരച്ച് റൊട്ടേറ്റ് ചെയ്ത് വരച്ചില്ലേ, അതിനെ റിവേഴ്സ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരച്ച് നേരെ മുകളിൽ കൊണ്ടുവന്ന് ലെഫ്റ്റിലോട്ട് എടുക്കും. പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ശ്രദ്ധിച്ചു. നമ്മൾ ചെയ്യാൻ പോകുന്നത് കോമ്പസ് എടുത്ത് അതിൻ്റെ സെൻറ്ററിലോട്ട് വയ്ക്കുക. ഈ 3 എന്ന് പറയുന്ന പോയിന്റിൽ പെൻസിലിന് എടുത്ത് വയ്ക്കുക. കോമ്പസിൻ്റെ പോയിന്റഡ് എൻഡ് സെൻറ്ററിലും 3യിലോട്ട് ആ പെൻസിലും വയ്ക്കുക. ഇവനെ 3 വെച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരിക. വളരെ ക്ലോസ് ആയിരിക്കും മിക്കവാറും. കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ ഒ ഇ എന്ന് പറയുന്ന ലൈനിൽ ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഇനി സ്കെയിലെടുത്ത് ഇവിടെ അങ്ങ് വെച്ച് ഒ ഇ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്ട്രീം റൈറ്റിലുള്ള ലൈനാണ്. നേരെ മുകളിലോട്ട് ലൈൻ അങ്ങ് വരയ്ക്കാം. നീട്ടി മുകളിലോട്ട് ലൈൻ അങ്ങ് വരയ്ക്കാം. ആ വരച്ച ലൈൻ ഇവിടെ വന്ന് മീറ്റ് ചെയ്തു. ഇവിടെ വന്ന് മീറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഇവിടെ കിട്ടിയ ഈ പോയിന്റ് ഞാൻ എം എന്ന് വിളിച്ചു. ഇപ്പുറത്ത് ഇവിടെ കിട്ടിയ ഈ പോയിന്റ് നിങ്ങളിങ്ങനെ ആരോ ഇട്ട് കളയരുത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ആരോ ഇട്ടതാണ്. നിങ്ങൾ എം ഡാഷ് എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ ആ പോയിന്റ് അങ്ങനെ ഇട്ടിരുന്നതാണ്. ഇപ്പുറത്ത് കൊണ്ടുവന്ന് മീറ്റ് ചെയ്യിച്ചു. മീറ്റ് ചെയ്യിച്ചിട്ട് ഞാൻ ഇവനെ നേരെ ഇവിടെ നിന്നൊരു ഹൊറിസോണ്ടൽ ലൈനായിട്ട് ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഓക്കെ, ആ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചെടുത്ത് അവൻ ഇവിടെ വന്ന് മീറ്റ് ചെയ്തു. ആ പോയിന്റ് ആയിരിക്കും എൻ്റെ 3 ഡാഷ് എന്ന് പറയുന്ന പോയിന്റ്. അങ്ങനെ 1 ഡാഷ് കിട്ടി, 2 ഡാഷ് കിട്ടി, 3 ഡാഷ്, 4 ഡാഷ്, 5 ഡാഷ്, ഇത്രയും പോയിന്റ് നമുക്ക് കിട്ടി. ഇവരെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ ഒരു സ്മൂത്ത് കർവ് വരയ്ക്കുക. ഒരു കാരണവശാലും അവരെ എന്താണ് ഡാർക്ക് ലൈൻസ് മീൻസ് സ്ട്രെയിറ്റ് ലൈൻസ് വെച്ച് ജോയിൻ ചെയ്യരുത്. ഇവരെ നിങ്ങൾ പെൻസിൽ കൊണ്ട് വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊണ്ടുവരിക. ജോയിൻ ചെയ്യുന്നത് കുറച്ച് വിയേർഡാണ് എനിക്കറിയാം. ഇങ്ങനെ നിങ്ങൾ ജോയിൻ ചെയ്ത് നേരെ ഇങ്ങനെ കൊണ്ടുവരിക. ഈ താഴത്തെ പോർഷനും കൂടെ ലോക്ക് ചെയ്ത് ഇങ്ങനെ വിടുക. ഓക്കെ, അപ്പം ഇത്രയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഷേപ്പ് കിട്ടി. ആ കിട്ടുന്ന ഷേപ്പിൻ്റെ പേര് പരാബോള എന്നാണ്. ഓക്കെ, ആ കിട്ടുന്ന ഷേപ്പിൻ്റെ പേര് പരാബോള എന്നാണ്. ഓക്കെ, അത് നമുക്ക് എഴുതണം, അത് ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങൾ ഇതിനകത്ത് മാറ്റിയതിന് ശേഷം ഹാച്ച് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഹാച്ച് ചെയ്യുക. ഹാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രൂ ഷേപ്പ് വരയ്ക്കുന്നതാണ്. ട്രൂ ഷേപ്പ് വരയ്ക്കാനായിട്ട് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ നിങ്ങളങ്ങ് വരയ്ക്കുക. ആ വരച്ചിരുന്ന ഹൊറിസോണ്ടൽ ലൈനിൽ
ഇതാ ഈ പോയിന്റ്സിനെ എല്ലായിടത്തും മാർക്ക് ചെയ്യുക. 1 ഇവിടെയുണ്ട്. 1 to 2 ഡിസ്റ്റൻസ് കോമ്പസ് എടുത്ത് ഇങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, 2 കിട്ടും. 2 to 3 വളരെ ചെറിയ ഡിസ്റ്റൻസ് ആണ്, അതെടുത്ത് കട്ട് ചെയ്താൽ 3 കിട്ടും. അതുപോലെ നമുക്ക് 4 കിട്ടും, ലാസ്റ്റ് 5 കിട്ടും. ഇതെല്ലാം ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ജോയിൻ ചെയ്ത് ഇവിടെ നിന്ന് റൈറ്റിലോട്ടും വരച്ച് ആ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്സ് എല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഇത് ഇങ്ങനൊരു ഷേപ്പ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഈ കിട്ടുന്ന ഷേപ്പിൻ്റെ പേരാണ് പരാബോള. ഓക്കെ, ഈ കിട്ടുന്ന ഷേപ്പിൻ്റെ പേരാണ് പരാബോള. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും ഇതിങ്ങനെ വരച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനത്തെ ആരോ ഇട്ട് ഇട്ടിട്ട് ഇവിടെ പരാബോള എന്ന് എഴുതി വെക്കുക. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടത്തുള്ളൂ, ഫുൾ മാർക്ക് ഗ്രാൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ബാക്കി ഡയമെൻഷനിങ് ഒക്കെ ചെയ്യാനുണ്ട്, അതൊന്നും ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് കാണിച്ചിട്ടില്ല, നമ്മൾ സമയം കൊല്ലി ആയതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ചെയ്ത് തന്നെ പോവുക. കംപ്ലീറ്റ് ഡയമെൻഷൻ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ എന്താണോ അത് മൊത്തം നമ്മൾ ഡയമെൻഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും വരച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റിൻ്റെ കാര്യം കംപ്ലീറ്റ് ആവും. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ആ ക്വസ്റ്റിൽ പറയുന്ന ഒരു ക്യൂബിൻ്റെ കഥയാണ്. എ ക്യൂബ് ഓഫ് സൈസ് 30 mm റെസ്റ്റ് ഓൺ HP ഓൺ വൺ ഓഫ് ഫേസസ്. അതിൻ്റെ ഒരു ഫേസിൽ HP റെസ്റ്റ് ചെയ്യാണ്. വിത്ത് എ വെർട്ടിക്കൽ ഫേസ് ഇൻക്ലൈൻഡ് അറ്റ് 40 degree to VP. ഒരു വെർട്ടിക്കൽ ഫേസ്, അതായത് അതിൻ്റെ ക്യൂബാണ്, ക്യൂബിന് എല്ലാം കൂടെ 4 ഫേസ് ഉണ്ടാകും, വെർട്ടിക്കൽ ഫേസ് ഉണ്ടാകും. അതിൽ ഒരു വെർട്ടിക്കൽ ഫേസ് ഇതാ കണ്ടോ 40 degree ഇൻക്ലൈൻഡ് ആണ്. VPയുമായിട്ട് ഇതാ ഈ ആംഗിൾ 40 ഡിഗ്രിയുടെ ഒരു ആംഗിൾ വരച്ച് ഒരു ലൈൻ വരച്ച് അതിൽ ഞാൻ ഒരു എഡ്ജ് വെച്ചിട്ട് അതിൻ്റെ ടോപ്പ് വ്യൂ ഞാൻ വരച്ചു, കറസ്പോണ്ടിങ് ഫ്രണ്ട് വ്യൂ ഞാനിവിടെ വരയ്ക്കുകയാണ് ചെയ്തത്. ഓക്കെ, എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ HP, പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു HP ഇവിടെ വ്യക്തമായി തന്നിട്ടുണ്ട്. പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു HP തന്നിരിക്കുന്ന സ്ഥിതിക്ക് എന്തായാലും HP തന്നെയാണ് അവൻ ലൈനായിട്ട് കാണേണ്ടത്, XYൻ്റെ താഴെ തന്നെ ലൈനായിട്ട് കാണേണ്ടത്. ആൻഡ് ഇൻക്ലൈൻഡ് അറ്റ് 50 degree to VP കട്ട്സ് ദ ക്യൂബ് 4 mm away from the axis. അപ്പോൾ ഇത് 50 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈനാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പോലെ നമ്മളത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് 4 mm മിനിമം ഡിസ്റ്റൻസ് പറയുന്നുണ്ട്. 4 mm മാറി നമ്മളിവിടെ ആയിട്ട് ഒരു സർക്കിളിനെ നമ്മൾ വരച്ചിടും ആദ്യം. ഓക്കെ, ഓക്കെ, നമ്മളതിൻ്റെ സെൻറ്റർ വെച്ച് നമ്മളൊരു 4 mm സർക്കിൾ വരച്ചു. വരച്ചതിന് ശേഷം അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് 50 ഡിഗ്രിയുടെ ഒരു ലൈൻ നമ്മളിവിടെ വരയ്ക്കുകയാണ്. അപ്പം നിങ്ങളുടെ പ്രൊട്രാക്ടർ എടുക്കുക, പ്രൊട്രാക്ടർ എടുത്ത് 50 ഡിഗ്രി എത്ര വരുമെന്ന് നോക്കുക. 50 ഡിഗ്രിയുടെ ഒരു ലൈൻ ഇവിടെ ടെമ്പററി ആയിട്ട് ആദ്യം വരച്ചിടുക. എന്നിട്ട് നിങ്ങളുടെ റോളർ സ്കെയിൽ എടുത്ത് ഇതിനെ മൂവ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ എവിടെയോ അതിന് ടാൻജൻ്റ് ആയിട്ട് ഇങ്ങനെ വരും. ഓക്കെ, ആ ടാൻജൻ്റ് ആയിട്ട് വരുന്നിടത്ത് നിങ്ങൾ ആ കട്ടിംഗ് പ്ലെയിനെ വരയ്ക്കുക. കട്ടിംഗ് പ്ലെയിൻ അവിടെ വരച്ചു. ഓക്കെ, അപ്പം വരച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇവനെ കളയാം, ഇവനെ വച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവനെ കളയുക. എന്നിട്ട് നമുക്ക് കട്ടിംഗ് പ്ലെയിനിൽ ബാക്കി നെയിമിങ് ചെയ്യാം. കട്ടിംഗ് പ്ലെയിനിൽ നെയിമിങ് ചെയ്യുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ആദ്യത്തെ കട്ടിംഗ് പോയിന്റ്. അവിടെ 1, 2 ഉണ്ട്, A, Bയും ഉണ്ട്, രണ്ടിനും കൂടെ വേണ്ടി ഒറ്റ ലൈനാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ വിസിബിളും ഉണ്ട്, ഹിഡനും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ P' എന്ന് ഇപ്പോഴത്തേക്ക് മാർക്ക് ചെയ്യുന്നു. വീണ്ടും ഫ്രണ്ടിലോട്ട് പോയി വന്നത് ഇവിടെ ഒരു പോയിന്റ് നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മുടെ സെൻറ്റർ വരയ്ക്കാൻ വേണ്ടി മാത്രം നമ്മൾ വരച്ചതാണ്, സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വരച്ചതാണ്. അല്ലാതെ ആ ലൈൻ ആക്ച്വലി ക്യൂബിൻ്റെ മുകളിൽ നോക്കി അങ്ങനെ ലൈൻ കാണത്തില്ല, അതുകൊണ്ട് ആ പോയിന്റ് ഇല്ല. അടുത്ത പോയിന്റ് ഈ പോയിന്റും ഇല്ല, അത് എല്ലാം നമ്മൾ സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി വരച്ച ലൈനാണ്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് രണ്ടാമത്തെ കട്ടിംഗ് പോയിന്റ് ഉള്ളത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കട്ടിംഗ് പോയിന്റ്സ് ഒക്കെ പെട്ടെന്ന് തീരും. ഈ രണ്ടാമത്തെ കട്ടിംഗ് പോയിന്റ് Q' നെയിം ചെയ്യാം. അത് 4, 3 എന്ന് പറയുന്ന വിസിബിൾ പോർഷന് വേണ്ടിയുള്ളതാണ്.
ഇനി നമുക്ക് തിരിച്ച് വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ഹിഡൻ ആർ ഡാഷ്, അത് നമുക്ക് ഇവിടുത്തെ ഹിഡൻ, അതായത് ഡി സി എന്ന് പറയുന്ന ലൈനെ കട്ട് ചെയ്യുന്നതായിട്ട് ആർ ഡാഷും, ലാസ്റ്റ് ഇവിടെ എ ബി എന്ന് പറയുന്ന ലൈനെ കട്ട് ചെയ്യുന്ന രീതിയിൽ എസ് ഡാഷും നമുക്ക് നെയിം ചെയ്യാം. ഓക്കെ, ഇത്രയും നെയിം ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവനെ നേരെ മുകളിലോട്ട് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നു. സ്കെയിൽ എടുക്കുക, സ്കെയിലെടുത്ത് നേരെ ഇവിടെ വച്ചിട്ട് ഇവിടെ നിന്ന് മുകളിലോട്ട് ലൈൻ അങ്ങ് വരച്ചിട്ടു. അടുത്ത ഇപ്പുറത്തോട്ടും വച്ചു. ഇവിടെ നിന്ന് മുകളിലോട്ട് അങ്ങ് വരച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കട്ടിംഗ് പോയിന്റ്സിനെ എടുക്കാം. പി ഡാഷ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു 1 2ലാണ്. 1 ഡാഷ് 2 ഡാഷ് ഇത് ഇവിടെ കിടപ്പുണ്ട്. ഇവനാണ് നമ്മുടെ പി ഡാഷ്. ഇവിടെ മൈ ബാഡ് കേട്ടോ, ഇവിടെ പി ഡാഷ് വരത്തില്ല കേട്ടോ, ഇവിടെ താഴെ വരുമ്പോൾ പി എന്നേ വരത്തുള്ളൂ. മുകളിൽ വരുമ്പോഴേ പി ഡാഷ് വരത്തുള്ളൂ. അപ്പം 1 ഡാഷ് 2 ഡാഷിലോട്ട് എനിക്ക് പി ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. എസ് ഡാഷ് എന്ന് പറയുന്നത് ഇവിടെ കിട്ടും. ഇത് എസ് ഡാഷ് ആണ്. ഇനി ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കിട്ടും, ക്യൂ ഡാഷ്. ഇവിടെ നമുക്ക് ആർ ഡാഷ് എന്ന് പറയുന്ന പോയിന്റും കിട്ടും. ഓക്കെ, അപ്പം ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ നമുക്ക് നേരെ അങ്ങ് വരച്ച് യോജിപ്പിക്കാം. എന്നിട്ട് ഇതിനകത്തുള്ള പോർഷനൊക്കെ മായ്ച്ച് കളയുക, ഹാച്ച് ചെയ്യുക. ഞാൻ മായ്ച്ച് കളയാൻ പറയുന്ന കാര്യം ദയവ് ചെയ്ത് മറന്നു പോകരുത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ കാരണം ഞാൻ ഇവിടെ വരയ്ക്കുന്നതിന് നിങ്ങൾ റെപ്ലിക്കേറ്റ് ചെയ്യരുത്. അതുപോലെ ചില സാധനങ്ങൾ ഞാൻ വീണ്ടും പറയുന്നു, മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ ഹാച്ച് ചെയ്തു. ഇനി ഇതിൻ്റെ ട്രൂ ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ അങ്ങ് വരയ്ക്കുക. ആ ലൈനിനകത്ത് പി ഡാഷ് എസ് ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നു. ഈ ഇത്രയും ഡിസ്റ്റൻസ് കോമ്പോസിറ്റ് എടുത്ത് ഇപ്പുറത്തോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ ഡാഷ് ആർ ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ഇവരെ നേരെ മുകളിലോട്ട് വരയ്ക്കുക, ഇവിടെ നിന്ന് റൈറ്റിലോട്ടും വരയ്ക്കുക. നമുക്ക് ഇൻ്റർസെക്റ്റിംഗ് ആയിട്ട് ഇത് ഇങ്ങനെ ഒരു ഫിഗർ അവിടെ കിട്ടും. ഇങ്ങനെ ഒരു ഫിഗർ ഇൻ്റർസെക്റ്റിംഗ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇതാണ് എൻ്റെ ട്രൂ ഷേപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ അതിനെ കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടും. അപ്പോൾ സെക്ഷൻ ഈ വീഡിയോയിൽ നമുക്ക് നിർത്താം. ഐസോമെട്രിക് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം, അല്ലെങ്കിൽ ഇത് കുറച്ചധികം ലെങ്തി ആയിട്ട് പോകും. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് തറവായിട്ടും എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കും. ഓക്കെ.